സർവജനപദങ്ങളുടെയും നാഥ എന്ന പരിശുദ്ധ അമ്മയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൃദയങ്ങളിൽ മഴവില്ലായി തെളിയുന്നോരമ്മേ, എൻ തണലായി ഈ മരുഭൂവിൽ അളവില്ലാ സ്നേഹം നൽകണമേ. അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ, ഉത്തരീയ മാതാവ്. യൂറോപ്യൻ കർമ്മലീത്ത സഭയ്ക്ക് എതിർപ്പുകളും നിലനിൽപ്പ് തന്നെയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടം. ഈ അവസരത്തില് വിശുദ്ധ സൈമൺ സ്റ്റോപ്പ് മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുമ്പാകെ പതിവായി മുട്ടുകുത്തി കർമ്മലീത്ത സഭയെ രക്ഷിക്കണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു വന്നു. 1251 ജൂലൈ 16 മാതാവ് സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടു. ഒരു കൈയിൽ ഉത്തരീയവും മറുകൈയിൽ ഉണ്ണീശോയും. ഉത്തരീയം സൈമൺ സ്റ്റോക്കിന് നൽകിക്കൊണ്ട് മാതാവ് പറഞ്ഞു, എന്റെ സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ കർമ്മലോത്തരീയം സ്വീകരിക്കുക. ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല. സാത്താന് ഏറെ ഭയമുള്ള ഒരു ആയുധമാണ് ഉത്തരീയം. കർമ്മലോത്തരീയത്തിന്റെ ആധ്യാത്മികവും ഭൗതികവുമായ സംരക്ഷണം എല്ലാ കത്തോലിക്കർക്കും ലഭ്യമാകുവാൻ പരിശുദ്ധ സിംഹാസനം അനുഗ്രഹിച്ചതിന്റെ ഫലമായി കർമ്മലോത്തരീയത്തിന്റെ വലിപ്പം കുറച്ച് കത്തോലിക്ക വിശ്വാസികൾ ഇന്ന് ധരിക്കുന്ന ചെറിയ ഉത്തരീയം വെന്തിങ്ങ നടപ്പിലാക്കിയത്. ഉത്തരീയ സഭയിൽ അംഗമാകുന്ന ദിവസം തന്നെ ഒരു പൂർണ്ണ ദണ്ഡവിമോചനത്തിന് അർഹതയുണ്ട്. ഉത്തരീയ സഭാംഗങ്ങൾ ഓരോ പ്രാവശ്യവും ഭക്തിപൂർവം വെന്തിങ്ങ ചുംബിക്കുമ്പോൾ ഭാഗിക ദണ്ഡവിമോചനം ലഭിക്കും. പ്രിയ സഹോദരങ്ങളെ, എപ്പോഴും വെന്തിങ്ങ ധരിക്കുന്നത് വഴി നമുക്ക് നല്ല മരണം ലഭിക്കും. നരകത്തിൽ വീഴാതെ പരിശുദ്ധ അമ്മ കാത്തുകൊള്ളും. നമുക്ക് കൂടെ കൂടെ പ്രാർത്ഥിക്കാം. കർമ്മല മാതാവേ, നിത്യവും ഭക്തിയോടെ ഉത്തരീയം ധരിക്കാനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ട അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.